This call is now being recorded. So we are going to discuss the 8 queens problem. First of all, I will explain what is the meaning of 8 queens problem. അപ്പോൾ ആദ്യം ഞാൻ 8 queens problem എന്താണെന്നുള്ളത് പറയുകയാണ്. 8 queens പ്രോബ്ലത്തിൽ we have given an 8x8 chess board. Okay? അപ്പോൾ ഒരു 8x8 chess board നിങ്ങൾ ഇമാജിൻ ചെയ്യുക. 8 റോസ് 8 കോളംസ് ഉള്ള ഒരു ചെസ് ബോർഡ് ആൻഡ് 8 queens are given. 8 queens തന്നിട്ടുണ്ട്. We have to place the 8 queens on the chessboard such that no 2 queens attack each other on the chessboard. അപ്പോൾ എന്താണ് നമ്മളുടെ പ്രോബ്ലം? How can you define the 8 queens problem എന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. We have 8x8 chessboard. We have 8 queens are given. You want to place these 8 queens on the 8x8 chessboard such that no 2 queens attack each other. ചെസ് ബോർഡിലെ 2 ക്വീൻസ് അറ്റാക്ക് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ പ്ലേസ് ചെയ്യണം. സോ ദാറ്റ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് 8x8 ക്വീൻസ് പ്രോബ്ലം. അപ്പോൾ യു ഹാവ് ടു ഗിവ് സം മോർ എക്സ്പ്ലനേഷൻ അബൌട്ട് അറ്റാക്കിംഗ് ദ ക്വീൻസ്. ക്വീൻസ് അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് മീൻസ് ദാറ്റ് യു ഓൾ നോ no 2 queens can be on the same row, same column or diagonal. So that is the idea of attacking. Attacking ചെയ്യാത്ത രീതിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു റോയും അല്ലെങ്കിൽ ഏതെങ്കിലും റോസും കോളംസും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ പ്ലേസിംഗ് ദ ക്വീൻസ് ഇഫ് യു ആർ ചെക്കിംഗ് ദ റോസ് ആൻഡ് കോളംസ് ഓഫ് ദ ചെസ് ബോർഡ് നോ 2 queens can be on the same row, same column or diagonal. അപ്പോൾ ഓരോ റോ നിങ്ങൾ എടുത്ത് നോക്കിയാലും ഓരോ കോളംസ് നിങ്ങൾ എടുത്ത് നോക്കിയാലും ഡയഗണൽ വൈസ് നിങ്ങൾ നോക്കിയാലും ആ പൊസിഷനിലൊന്നും 2 ക്വീൻസ് ഒന്നിൽ കൂടുതൽ ക്വീൻസ് വരാൻ പാടില്ല. So you want to make such arrangement and you want to print all the solutions for that problem, all the possible configurations. അപ്പോൾ നിങ്ങൾ എന്താണ് ഔട്ട്പുട്ട് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്? ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പോസിബിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സും നമുക്ക് കാണണം. We want to give or we should explain. That is called the 8 queens problem. അപ്പോൾ 8 queens problem എന്താണെന്ന് ചോദിച്ചാൽ you have to write this topic, this points. We have given an 8x8 chessboard. You have given 8 queens. You want to place these 8 queens on the 8x8 chessboard such that no 2 queens attack each other on the chessboard. That means that no 2 queens can be on the same row, same column or diagonal position. So you want to print all the possible configurations. അപ്പോൾ നിങ്ങളുടെ എയിം എന്താണ്? നിങ്ങൾക്ക് ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്രയൊക്കെ അറേഞ്ച്മെന്റ്സ് നടത്താൻ പറ്റുമോ അത്രയും അറേഞ്ച്മെന്റ്സ് നിങ്ങൾ ഔട്ട്പുട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. So we can use backtracking algorithm to solve the 8 queens problem. നമ്മൾ 4 queens പ്രോബ്ലത്തെ backtracking algorithm വെച്ച് ചെയ്ത് കാണിച്ചു. അതുപോലെ തന്നെ 8 queens പ്രോബ്ലത്തിനെയും you can find out the solution using the backtracking algorithm. അപ്പോൾ ബാക്ക്ട്രാക്കിംഗ് അൽഗോരിതത്തിന്റെ സ്റ്റൈൽ എങ്ങനെയാണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ 4 ക്വീൻസ് പ്രോബ്ലത്തിൽ നമ്മളൊരു പോസിബിൾ ആയിട്ടുള്ള എല്ലാ പോസിബിൾ അറേഞ്ച്മെന്റ്സും നമ്മളൊരു ട്രീ സ്ട്രക്ചറിൽ വരച്ചു. എന്നിട്ട് ആ ട്രീയുടെ എല്ലാ പാർട്ട് ബൈ പാർട്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കി. അങ്ങനെയാണ് ഫൈനലി യു ഫൈൻഡ് ഔട്ട് ദ ആൻസർ. ഓർമ്മയുണ്ടല്ലോ, ആ പെർമ്യൂട്ടേഷൻ ട്രീ പോലെ നമ്മൾ എങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചത്? അതിന് വരുത്താവുന്ന, അതായത് നമുക്ക് ചെയ്യാവുന്ന പോസിബിൾ അറേഞ്ച്മെന്റ്സ് എല്ലാ അറേഞ്ച്മെന്റ്സും നമ്മൾ നോക്കും. എന്നിട്ട് ബൗണ്ടിങ് ഫംഗ്ഷന്റെ ബേസിലാണ് നമ്മൾ ഇനി മുമ്പോട്ട് പോകണ്ടയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ യു വിൽ ട്രൈ ടു പ്ലേസ് ദ ഫസ്റ്റ് ക്വീൻ ഓൺ ദ ഫസ്റ്റ് കോളം. അവിടെ വെച്ച് നോക്കി. എന്നിട്ട് സെക്കൻഡ് ക്വീനെ വെച്ച് നോക്കി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെക്ക് ചെയ്തു? And after that you check whether it is attacking with the previously placed queens. നമ്മൾ വെച്ച പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ മുമ്പിലുള്ള ആളുകളുമായിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത പോസിബിലിറ്റി ട്രൈ ചെയ്തു. അപ്പൊ അങ്ങനെ എല്ലാ വഴികളിലൂടെയും നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനലി യു ഫൈൻഡ് ഔട്ട് ദ ആൻസർ ഫോർ ദ 4 queens പ്രോബ്ലം. അതാണ് ബാക്ക്ട്രാക്കിംഗ് മെത്തേഡിന്റെ, ബാക്ക്ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ആ ഒരു അൽഗോരിതം ഡിസൈനിങ് സ്ട്രാറ്റജിയുടെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ്. That is, backtracking algorithm commonly check all the possible configuration and it will test all the possible configuration until you will get the result.
നമ്മൾ എല്ലാ പോസിബിലിറ്റീസും വയ്ക്കാവുന്ന എല്ലാ രീതികളും നമ്മൾ വച്ചു നോക്കും. വച്ചു കഴിഞ്ഞാൽ ബൗണ്ടിങ് ഫംഗ്ഷന്റെ കാര്യം നോക്കും, അതായത് അറ്റാക്ക് ചെയ്യുമോ അങ്ങനെ വച്ചാളെന്ന് നോക്കും. അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ പോസിബിൾ വേ ഉണ്ടോ നോക്കും. അങ്ങനെ എല്ലാ പോസിബിലിറ്റീസും ചെക്ക് ചെയ്താണ് ലാസ്റ്റ് വി വിൽ ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻ. അപ്പോൾ in some cases there will be only single solution, in some cases there will be multiple solution. And in this n-queens problem or in this 8-queens problem, our aim is that we want to search all the possible ways to place the 8 by 8 queens on the 8 by 8 chessboard without attacking each other. So that is the aim. നമുക്ക് 8 ക്വീൻസിനെ ഈ 8x8 ചെസ് ബോർഡിൽ പ്ലേസ് ചെയ്യണം സച്ച് ദാറ്റ് നോ 2 ക്വീൻസ് അറ്റാക്ക് ഈച്ച് അതർ. അതിന്റെ സൊല്യൂഷൻ ഒരു സൊല്യൂഷൻ അല്ല, അതിന് എത്ര ഔട്ട്പുട്ട്സ് ഉണ്ടോ ആ രീതിയിൽ എത്ര രീതിയിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള എയിം. Then this you have to study one algorithm. അവിടെ നമുക്കൊരു അൽഗോരിതം പഠിക്കാനുണ്ട്. അത് കോമൺ ജനറൽ n ക്വീൻസ് പ്രോബ്ലത്തിനുള്ള അൽഗോരിതം ആണ്. അവിടെ n-ന് 4 കൊടുത്താൽ 4 ക്വീൻസ് പ്രോബ്ലം ആയിട്ട് വർക്ക് ചെയ്യും. അവിടെ n-ന് 8 കൊടുത്താൽ 8 ക്വീൻസ് പ്രോബ്ലം ആയിട്ട് വർക്ക് ചെയ്യും. So that is the general case and that algorithm we are going to discuss in today's class. Okay. അപ്പോൾ ഈ അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി ചോദിക്കുകയാണെങ്കിൽ it is, you can see here, big O of n factorial. That is, you know that we are using different types of permutations. We are trying different ways. എല്ലാ പോസിബിലിറ്റീസ് ചെക്ക് ചെയ്ത് പോകുന്നത് കൊണ്ട് അതിന്റെ ടൈം കോംപ്ലക്സിറ്റി, if there is a question like this, you have to write big O of n factorial. Okay, is it clear? Up to this clear? Please write in chat box. Up to this the problem 8 queens problem എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ അല്ലയോ? So since you have already discussed about the 4 queens problem, this will be very easy for you. അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് നല്ല കൂളായിട്ട് പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി നമ്മൾ ഈ പ്രോബ്ലത്തെ നമ്മളിവിടെ constraints are given. നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് കുറെ കൺസ്ട്രെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. And you divide the constraints into 2 categories. That is, first set of ഹലോ മിസ്, കേൾക്കണില്ല.
സോറി, നെറ്റ്വർക്ക് ഇടയ്ക്ക് പോയി തോന്നുന്നു. ജസ്റ്റ് 1 minute. So, can you hear? Am I audible? Yes, Miss. Okay. So, you know that in the case of 8 twins problem, so in the case of backtracking problem, there are two types of constraints are there: explicit constraint and implicit constraint. Okay, so explicit constraint will specify from which set you will select the xi values. Xi values എവിടെ നിന്ന് എടുക്കാം? നമുക്കറിയാം n ട്യൂപ്പിൾ ആയിട്ടാണ് നമ്മൾ വാല്യൂസ് റെപ്രസെന്റ് ചെയ്യുന്നത്, സൊല്യൂഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന്റെ ഔട്ട്പുട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് n ട്യൂപ്പിൾ ആയിട്ടാണ്. x1, x2, x3 അപ് ടു xn വരെ. ഈ ഓരോ xi വാല്യൂ, x1 എവിടെ നിന്ന് എടുക്കും വാല്യൂസ്, x2 വരാവുന്ന പോസിബിൾ വാല്യൂസ് എവിടെ നിന്നാണ്? അപ്പൊ അതാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻ ആണ് നമ്മുടെ ബൗണ്ടിങ് ഫംഗ്ഷൻ. അപ്പോൾ 8 ക്വീൻസ് പ്രോബ്ലത്തിനെ സംബന്ധിച്ചിടത്തോളം, സപ്പോസ് ദാറ്റ് each exercise represent the column number in which ith queen is placed, how you will represent the solution vector. എത്ര ട്യൂപ്പിൾ ആയിട്ടായിരിക്കും നമ്മൾ സൊല്യൂഷൻ വെക്ടർ കാണിക്കുന്നത്? So you can write in chat box എത്ര ട്യൂപ്പിൾ ആയിട്ടാണ് നമ്മൾ സൊല്യൂഷൻ വെക്ടർ കാണിക്കുന്നത്. ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. എത്ര ട്യൂപ്പിൾ ആയിട്ടാണ് നമ്മൾ ആൻസർ കാണിക്കുക? ടൈപ്പ് ഇൻ ചാറ്റ് ബോക്സ്. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത ആൻസർ. വെരി ഗുഡ്. 8 ട്യൂപ്പിൾസ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഈ 8 ട്യൂപ്പിൾ എന്ന് പറയുമ്പോൾ യു ജസ്റ്റ് ഇമാജിൻ 8 ഡാഷ്. നമ്മളുടെ ആൻസറിൽ ഒരു ബ്രാക്കറ്റിന്റെ അകത്ത് 8 ഡാഷ് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുക. അപ്പൊ അതിൽ ഓരോ x1നും x2നും x3ക്കും വരാവുന്ന വാല്യൂസ് ഏതൊക്കെ സെറ്റ്, ഏത് സെറ്റിൽ നിന്നുള്ളതായിരിക്കും വാല്യൂസ്? x1നും x2നും ഒക്കെ വരാവുന്ന വാല്യൂസ് ഏത് സെറ്റിൽ നിന്ന് ഉള്ളതാണ്? Each xi can take values from which set? That is the explicit constraint. അപ്പൊ ഇവിടുത്തെ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ആ സെറ്റിൽ വരാവുന്ന പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ്?
So all must type in chat box. Yeah, 1, 2, 3, 1 to 8. Very good. 1 to 8. അപ്പൊ 1 മുതൽ 8 വരെയുള്ള നമ്പേഴ്സിൽ ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ഓരോ XI വാല്യൂസിനും എടുക്കാം. അപ്പൊ അതാണ് ഞാൻ ഈ കാണിക്കുന്ന സ്ക്രീനിന്റെ മീനിങ്. ദാറ്റ് ഇസ് ഈ പറയുന്ന പോയിന്റിന്റെ മീനിങ്. സോ വി നോ ദാറ്റ് ആസ് വി സെഡ് there are 8, we are representing the output as 8 tuples. 8 tuple ആയിട്ടാണ് നമ്മളുടെ ഔട്ട്പുട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. 8 ക്വീൻസ് പ്രോബ്ലത്തിന് x1 മുതൽ x8 വരെയുള്ള വാല്യൂസ് ഉണ്ടാകും. ഈ ഓരോ വാല്യൂസിന്റെ ഉദ്ദേശം എന്താണ്? ഓരോ റോയിലും ക്വീൻസിനെ എത്രാമത്തെ കോളത്തിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് വി ഹാവ് 8 queens with us. നമ്മുടെ കയ്യിൽ 8 ക്വീൻസ് ഉണ്ട്. സപ്പോസ് യു ആർ ഗിവിംഗ് ദ ക്വീൻ നമ്പേഴ്സ് Q1, Q2, etc. up to Q8. വാട്ട് ഇസ് ദ അസംഷൻ? നമ്മൾ ഫസ്റ്റ് ക്വീനെ എപ്പോഴും ഫസ്റ്റ് റോയിലെ പ്ലേസ് ചെയ്യുന്നുള്ളൂ, സെക്കൻഡ് ക്വീനെ സെക്കൻഡ് റോയിലെ പ്ലേസ് ചെയ്യുന്നുള്ളൂ, തേർഡ് ക്വീനെ തേർഡ് റോയിലെ പ്ലേസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ എട്ടാമത്തെ ക്വീനെ 8th റോയിലാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? റോയുടെ കാര്യം നമുക്കറിയാം. ക്വീന്റെ നമ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നറിയാം അത്ര ആ റോയിലാണ് അവരെ പ്ലേസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ 6th ക്വീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രാമത്തെ റോയിലാണ് ആ ക്വീനെ പ്ലേസ് ചെയ്യണത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. റോ നമ്പർ ഓഫ് 6th queen will be row number of 6th queen will be, എന്റെ 6th queenനെ എത്രാമത്തെ റോയിലാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് പക്ക. 6th queenനെ ഞാൻ ഇന്ന റോയിൽ മാത്രമേ പ്ലേസ് ചെയ്യുള്ളൂ. ചാറ്റ് ബോക്സിൽ ഇട്ടെ. 6th queenനെ ഞാൻ എത്രാമത്തെ റോയിലാണ് പ്ലേസ് ചെയ്യുന്നത്? അത് നിങ്ങൾക്കറിയാം. 6th റോയില് 6th queen will be placed on the 6th row. സപ്പോസ് 7th ക്വീനെ എത്രാമത്തെ റോയിലാണ് ഞാൻ പ്ലേസ് ചെയ്യുക? 7th ക്വീനെ ഞാൻ എത്രാമത്തെ റോയിലാണ് പ്ലേസ് ചെയ്യുക? വെരി ഗുഡ്, 7th റോയില്. അപ്പൊ ക്വീന്റെ നമ്പർ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഏത് റോയിലാ പ്ലേസ് ചെയ്യണേ എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഇനി അറിയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്, ഏത് കോളത്തിലാണ് പ്ലേസ് ചെയ്യണേ എന്നുള്ളത്. അതാണ് ഞാൻ x1, x2, x3 എന്ന് പറയുന്ന ഈ ഓരോ വാല്യൂസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ x1 1 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഫസ്റ്റ് റോയിൽ x1 എന്ന് പറഞ്ഞാൽ ആ താഴത്തെ 1 ആണ് റോയിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വീനെ ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിൽ പ്ലേസ് ചെയ്തു. സപ്പോസ് x3 is equal to 8 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? x3 is equal to 8 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എന്റെ ട്യൂപ്പിളില് x3 പൊസിഷനില് 8 എന്ന് പറഞ്ഞ വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ മീനിങ്? x3 പൊസിഷനില് 8 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഞാൻ എന്റെ സൊല്യൂഷനിൽ കാണിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ മീനിങ്? x3 പൊസിഷൻ. If x3 is equal to 8, what is the meaning? ഈ x1 to x8ല് ഞാൻ x3യുടെ മാത്രം ഒരു വാല്യൂ ഇപ്പൊ തന്നിട്ടുള്ളൂ. x3 is equal to 8 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? x3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രാമത്തെ ക്വീൻ ആണ്? വെരി ഗുഡ്. x3 എന്ന് പറഞ്ഞാൽ അറിയാം മൂന്നാമത്തെ ക്വീൻ ആണ്. അയാളെ ഏത് റോയിലായിരിക്കും വെക്കുക? മൂന്നാമത്തെ റോയിലാണ്. ആ മൂന്നാമത്തെ റോയില് ഏത് കോളത്തിൽ വെച്ചേക്കുന്നു എന്നാ പറയണത്? 8th കോളം. സോ ദാറ്റ് ഇസ് ദ ഐഡിയ. അപ്പൊ ഒരു സൊല്യൂഷൻ തന്നാല് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ ഓരോ വാല്യൂസും ഉദ്ദേശിക്കുന്നത്. അവിടെ തരുന്ന ഓരോ x1ന്റെ വാല്യൂ x2ന്റെ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ കോളം നമ്പർ ഇൻ വിച്ച് ith queen is placed on the ith row. ith റോയില് ith ക്വീനെ എവിടെയാണ് ഏത് കോളത്തിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത് എന്നുള്ളതിന്റെ ആൻസർ ആണ് ഈ x1ഉം x2ഉം x3ഉം ഒക്കെ തരുന്നത്. So explicit constraint ഞാൻ പറഞ്ഞു. What is the explicit constraint? Each xi value. So we are representing the 8 queens problem as 8 tuple. 8 tuple ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ 1 to ഓരോ xiക്കും വരാവുന്ന വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 to 8 വരെയുള്ള വാല്യൂസിൽ ഏത് വേണമെങ്കിലും വരാം. അപ്പൊ അങ്ങനെ നമ്മൾ കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 8 to the power 8 tuples ഉണ്ടാക്കാൻ പറ്റും. അതില് ഏതോ ആണ് നമ്മളുടെ ആൻസർ. ഇനി നമ്മളുടെ ബൗണ്ടിങ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് ദ ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിന്റ് എന്താണ്? What is the implicit constraint in this case? What is the implicit constraint in this case? 8 queens പ്രോബ്ലത്തിലെ implicit constraint എന്താണ്? 4 queens പ്രോബ്ലത്തിലെ അതേ implicit constraint ആണ് നമ്മൾ ഇവിടെയും വരുന്നത്. So what is it?
ഒരു 1 വേർഡിൽ എഴുതിക്കേ, ഒരു ചെറിയ സെന്റൻസ് ആയിട്ട് എഴുതിക്കേ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിന്റ് ഇൻ 8 ക്വീൻസ് പ്രോബ്ലം? You just type what is the implicit constraint for the 8 queens problem. Explicit constraint പറഞ്ഞു തന്നു, നിങ്ങൾക്ക് മനസ്സിലായി. ഓരോ xiക്കും 1 മുതൽ 8 വരെയുള്ള ഏതെങ്കിലും വാല്യൂസ് വരാൻ പാടുള്ളൂ. അപ്പൊ implicit constraint എന്താണ്? That is, what is the bounding function? Type in chat box, what is the bounding function? ഇവിടത്തെ 8 ക്വീൻസ് പ്രോബ്ലത്തിലെ ബൗണ്ടിങ് ഫംഗ്ഷൻ എന്താണ്? Brutto, what is the bounding function? Very good. No two queens attack each other. നമ്മൾ വയ്ക്കുമ്പോ queens നമ്മൾ അറ്റാക്ക് ചെയ്യരുത്. That is the implicit constraint. അപ്പൊ നിങ്ങൾ whenever you are writing the any problem using backtracking method, ആദ്യം പ്രോബ്ലം പറയുക, പ്രോബ്ലം പറഞ്ഞിട്ട് സൊല്യൂഷനെ എത്ര ട്യൂപ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയുക, എന്നിട്ട് അതിന്റെ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിന്റ് എന്താന്ന് പറയുക, എന്നിട്ട് ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിന്റ് എന്താന്ന് പറയുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദാറ്റ് ഇസ് നോ ടു ക്വീൻസ് അറ്റാക്ക് ഈച്ച് അതർ ഇസ് ദ ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിന്റ്. എന്നിട്ട് അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുക. അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോ ടു ക്വീൻസ് ക്യാൻ ബി ഓൺ ദ സെയിം റോ, സെയിം കോളം ഓർ ഡയഗണൽ ഇസ് കോൾഡ് ദ ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിന്റ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. സോ യു ക്യാൻ സീ വൺ ഫിഗർ ഓൺ ദ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാം. അത് ദാറ്റ് ഈസ് വൺ സൊല്യൂഷൻ. ഓക്കെ, അതായത് വിത്തൗട്ട് അറ്റാക്കിംഗ് വൺ ഓഫ് ദ വേ ടു പ്ലേസ് ദ 8 queens ഓൺ ദ ചെസ് ബോർഡ്. ഈ പടം നോക്കിയിട്ട് ഇതിന്റെ സൊല്യൂഷൻ വെക്ടർ ഒന്ന് പറഞ്ഞു തരാമോ? This is one of the solution. Final answer ആണ്, ഒരു ഫൈനൽ ആൻസർ ആണ് placing the 8 queens on the 8x8 chessboard. So can you please write what will be the solution vector for this representation? നോക്കിയിട്ട് പറയുക. What is the solution vector for this representation? ഇതിന്റെ ആൻസർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഐഡിയ ക്ലിയർ ആയി എന്നർത്ഥം. സോ സൊല്യൂഷൻ വെക്ടർ പറയാൻ എളുപ്പത്തിന് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം 8 ഡാഷ് വരയ്ക്കുക. സോ ദാറ്റ് ഇസ് എ സിമ്പിൾ വേ. ഫസ്റ്റ് നിങ്ങൾ 8 ഡാഷ് വരയ്ക്കുക. 1 2 3 4 എല്ലാം തമ്മിൽ കോമ വേണം. 5 6 7 8. ഞാനിവിടെ കോമ കാണിച്ചില്ല എന്ന് പറഞ്ഞത് എഴുതാതിരിക്കരുത്, അവരെ സെപ്പറേറ്റ് ചെയ്യുന്നത് കോമ വെച്ചിട്ടാണ്. സോ ദിസ് ഇസ് ദ 8 tuple solution. So can you please write? Can you please write what will be the value for x1, what is the value for x2, x3 up to x8? Check each row and write the corresponding column number. So based on your answer, I'm giving you that reference. So very good. That is the answer. മനസ്സിലാവാത്തവർ നോക്കുക. ആദ്യം നിങ്ങളുടെ കണ്ണ് ഫസ്റ്റ് റോയിലേക്ക് പോട്ടെ. ഫസ്റ്റ് റോയിൽ എത്രാമത്തെ കോളത്തിലാണ് ഫസ്റ്റ് ക്വീൻ ഉള്ളത്? ഫസ്റ്റ് കോളത്തിൽ. അപ്പൊ ഇവിടെ നിങ്ങൾ എഴുതി 1. സെക്കൻഡ് റോ നോക്കുക, അതായത് ലൈൻ ബൈ ലൈൻ നോക്കുക. നിങ്ങൾ സെക്കൻഡ് റോ നോക്കുക, അവിടെ എത്രാമത്തെ കോളത്തിലാണ് ഇരിക്കുന്നത്? അത് സെക്കൻഡ് പൊസിഷനിൽ എഴുതുക, 7th കോളത്തില്. തേർഡ് റോ നോക്കുക, അവിടെ എത്രാമത്തെ കോളത്തിലാണ് ഇരിക്കുന്നത്? 5th one. So you will write 5. 4th റോയില് 8, 5th റോയില് 2nd, 6th റോയില് 4, 7th റോയില് 6, ലാസ്റ്റ് റോയില് 3. So this is the answer. This is one of the solution for our problem. This will satisfy both the implicit constraint as well as the explicit constraint. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള എല്ലാ കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഐഡിയ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അൽഗോരിതം പറയുന്നതിന് മുമ്പ് ഒരു പോയിന്റും കൂടെ പറയണം.
how can you say that two queens attack each other? അപ്പൊ ടു ക്വീൻസ് അറ്റാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, രണ്ടുപേരും രണ്ട് ക്വീൻസ് ഒരേ റോയിലോ ഒരേ കോളത്തിലോ വരാൻ പാടില്ല. വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്, അവർ ഡയഗണൽ ആയിട്ടും വരാൻ പാടില്ല. അപ്പോ ഈ ഡയഗണൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? ഡയഗണൽ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലെ ഡയഗണൽ ഉണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ഒന്ന് ഈ രീതിയിലുള്ള ഡയഗണൽ പൊസിഷൻ ഉണ്ട്, ഒന്ന് ഈ രീതിയിലുള്ള ഡയഗണൽ പൊസിഷൻ ഉണ്ട്. അപ്പൊ ഈ ഒരു ഡയഗണലിന്റെ സപ്പോസ് നിങ്ങൾ ഒരു സ്ക്രീൻ നോക്കുവാണെങ്കിൽ ഈ ഒരു ഡയഗണൽ പൊസിഷനെ നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ടോപ്പ് ലെഫ്റ്റ് മുതൽ ബോട്ടം റൈറ്റ് വരെയുള്ള ഡയഗണലാണ് ഈ രീതിയിലുള്ള ഡയഗണൽ. ഓക്കെ, ടോപ്പ് ലെഫ്റ്റ് മുതൽ ബോട്ടം റൈറ്റ് വരെയുള്ള ഡയഗണലാണ് ഈ സ്റ്റൈലിലുള്ള ഡയഗണൽ. ഇനി ഇങ്ങനെയുള്ള ഡയഗണലിനെ നമുക്ക് എങ്ങനെ പറയാം? ടോപ്പ് റൈറ്റ് മുതൽ ബോട്ടം ലെഫ്റ്റ് വരെയുള്ള ഡയഗണൽ. അപ്പൊ രണ്ട് രീതിയിലുള്ള ഡയഗണൽസ് ഉണ്ട്. ഒരു പൊസിഷന് രണ്ട് രീതിയിലുള്ള ഡയഗണൽസ് ആണുള്ളത്. ഒന്നുകിൽ ഈ രീതിയിലുള്ള ഡയഗണൽ, ഒന്നുകിൽ ഈ രീതിയിലുള്ള ഡയഗണൽ. So whenever you want to search whether a particular queen has any other that is if it is attacking with some other queens in diagonal side, അതായത് ഒരു ഡയഗണൽ സൈഡില് നമ്മളിപ്പോ ഒരു ക്വീനെ ഒരിടത്ത് പ്ലേസ് ചെയ്തു, അയാളുടെ ഡയഗണലി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് പൊസിഷനും ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ സ്റ്റൈലിലെ ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള ഡയഗണൽ നോക്കണം, റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഡയഗണൽ നോക്കണം. അപ്പൊ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മള് ഈ പറഞ്ഞതിൽ ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക. ഈ രീതിയിലുള്ള ഒരു ഡയഗണൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ലെഫ്റ്റ് മുതൽ റൈറ്റ് വരെ, ടോപ്പ് ലെഫ്റ്റ് മുതൽ ബോട്ടം റൈറ്റ് വരെയുള്ള ഡയഗണൽ എങ്ങനെയിരിക്കും? അപ്പൊ ഇന്നലെ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, നിങ്ങൾ ഇതൊക്കെ ഒരു ഡയഗണൽ പൊസിഷനാണ്. ഓക്കെ, ഇത് ഒരു ഡയഗണൽ പൊസിഷനാണ്. ഈ 1 1 2 2 3 3 4 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതൊരു ഡയഗണൽ പൊസിഷനാണ്. 1 3 2 4 3 5 4 6 എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഡയഗണൽ പൊസിഷനാണ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വാല്യൂസും അങ്ങോട്ടും ഇങ്ങോട്ടും ഡയഗണൽ ആണ്. ഈ 1 1 മുതൽ 8 to 8 വരെയുള്ള എല്ലാ ലൊക്കേഷൻസും ഡയഗണൽ ആണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഡയഗണൽ പൊസിഷൻസ് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോ ഇതില് ഒരു പെർട്ടിക്കുലർ ഡയഗണൽ പൊസിഷൻ നിങ്ങൾ ചെക്ക് ചെയ്താൽ യു ക്യാൻ സീ ദാറ്റ് ഇവിടെ 1 1, ഇവിടെ 2 2. അപ്പൊ ഇത് ലൊക്കേഷൻ കൊടുത്തേക്കുന്നത് റോ കോളം വെച്ചിട്ടാണ് ഞാൻ ഓരോ സെൽസിനും ലൊക്കേഷൻ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ഇതെല്ലാം എന്ന് പറഞ്ഞാൽ 1 1 2 2 3 3 4 4 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പൊസിഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കറിയാം, സപ്പോസ് ഇഫ് യു ആർ ഡിഫറൻസിങ് ദ റോ ആൻഡ് കോളം വാല്യൂസ്, 1 minus 1 0, 2 minus 2 0, 3 minus 3 0. അതായത് ഡയഗണൽ പൊസിഷനിലെ എല്ലാ എലമെന്റ്സിന്റെയും ഡിഫറൻസ് നോക്കിയാൽ 0 ആണ്. അതുപോലെ തന്നെ 1 3 2 4 3 5 4 6 5 7 6 8 എന്ന് പറഞ്ഞ ഡയഗണൽ പൊസിഷൻസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ റോ കോളം മൈനസ് റോ നോക്കിക്കേ. 3 minus 1 2, 4 minus 2 2, 5 minus 3 2, 6 minus 4 2, 7 minus 5 2, 8 minus 6 2. ക്ലിയർ? അപ്പോ ഇത് പറയുന്നത് ഏത് സ്റ്റൈലിലുള്ള ഡയഗണൽ ആണ് പറയണത്? ടോപ്പ് ലെഫ്റ്റ് ടു ബോട്ടം റൈറ്റ്. അപ്പൊ അതിന്റെ ഡയഗണൽ പൊസിഷൻസ് ഇങ്ങനെ ഇരിക്കും. ഇനി വേറെ മൂന്നാമത്തെ എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. 4 1 5 2 6 3 7 4 8 5 എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ലൊക്കേഷൻ? അതിന്റെ ഡിഫറൻസ് അല്ല, അവർക്ക് വരുന്ന കോമൺ ഡിഫറൻസ് എത്രയാണ്? വാട്ട് ഇസ് ദ കോമൺ ഡിഫറൻസ് ഫോർ ദ തേർഡ് കേസ്? ഞാനിപ്പോ കാണിച്ചിരിക്കുന്ന പാർട്ടിന്റെ കോമൺ ഡിഫറൻസ് എത്രയാന്ന് പറഞ്ഞേ? ആ ഡയഗണൽ പൊസിഷന്റെ, ദാറ്റ് ഇസ് ദിസ് വൺ, ഈ പറയുന്ന ഡയഗണൽ പൊസിഷന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? Type in chat box what is the common difference between these diagonal position. What is the common difference? Very good, 3. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇപ്പൊ പറഞ്ഞ ഐഡിയയില് കോമൺ ഇപ്പൊ ഡിഫറൻസ് എങ്ങനെയാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ പൊസിഷന്റെ ഡയഗണൽ എങ്ങനെയാണ് അറിയുന്നത്? ഏത് സ്റ്റൈലിലുള്ള ഡയഗണൽ? ടോപ്പ് ലെഫ്റ്റ് മുതൽ ബോട്ടം റൈറ്റ് വരെയുള്ള ഡയഗണൽ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൊസിഷനിൽ ഒരു ക്വീൻ വെക്കുകയാണെങ്കിൽ അതിന്റെ ഡയഗണൽ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അവരുടെയൊക്കെ ഡിഫറൻസസ് സെയിം ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് വൺ സ്റ്റൈൽ ഓഫ് ഡയഗണൽ. ഇനി ഇങ്ങനെയും ഡയഗണൽ വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് റൈറ്റ് മുതൽ, ദാറ്റ് ഇസ് ദ സെക്കൻഡ് കേസ്, ടോപ്പ് റൈറ്റ് മുതൽ ബോട്ടം ലെഫ്റ്റ് വരെയുള്ള ഡയഗണൽ പൊസിഷൻസ് എങ്ങനെയിരിക്കും? സോ ദിസ് ഇസ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡയഗണൽ. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡയഗണൽ വി ആർ കൺസിഡറിങ്. അതിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇവിടെ വരുന്ന കോമൺ തിങ് എന്താ? ഇതെല്ലാം ഒരു ഡയഗണൽ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡയഗണൽ പൊസിഷൻസ് ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയഗണൽ പൊസിഷൻസ് ആണ്. അപ്പൊ ഇവിടെ എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ഇതിലെ ഫസ്റ്റ് ഡയഗണൽ, അതായത് ഈ ഒരു ഡയഗണൽ പൊസിഷന്റെ കോമൺ പ്രോപ്പർട്ടി എന്താണ്?
ഇതിപ്പോ ഞാൻ 2 എക്സാമ്പിൾസ് കാണിച്ചിട്ടേ ഉള്ളൂ. ഇതേപോലെയാണ് ഇതേ ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ വാട്ട് ഇസ് ദ കോമൺ തിങ് ബിറ്റ്വീൻ ദം? യാ, വെരി ഗുഡ്. അതിന്റെ സം എടുത്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 6. സെക്കൻഡ് എക്സാമ്പിളിന്റെയോ? ഈ സ്ക്രീനിൽ കാണുന്ന സെക്കൻഡ് എക്സാമ്പിളിന്റെയോ? 3, 8, 4, 7, 5, 6, 6, 5 എന്നൊക്കെ പറയണതിന്റെ അതിന്റെ കോമൺ പ്രോപ്പർട്ടി എന്താണ്? ഇറ്റ്സ് സം ഈസ് 11. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു സൈഡിലെ ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ടൈപ്പ് ഡയഗണൽ ആണെങ്കിൽ അവിടെ റോയിന്റെയും കോളത്തിന്റെയും ഡിഫറൻസ് എടുത്താൽ സെയിം വാല്യൂസ് വരും. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡയഗണൽ ആണെങ്കിൽ റോയും കോളവും കൂടെ സം എടുക്കുമ്പോൾ സെയിം വാല്യൂസ് വരും. സോ ഇൻ കോമൺ ഹൗ ക്യാൻ യു റൈറ്റ്? ഇൻ കോമൺ ഹൗ ക്യാൻ യു റൈറ്റ്? സപ്പോസ് 2 ക്വീൻസ് ഉണ്ട്. ഇവിടെ ഒരു ക്വീൻ ഇരിക്കുന്ന ഇത് കോമൺ ജനറൽ ഫോം ആണ്. IJ എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് ഒരു ക്വീൻ ഇരിക്കുന്നത്. KL എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് സെക്കൻഡ് ക്വീൻ ഇരിക്കുന്നതെന്ന് വെക്കുക. Okay, that is row and column. I is the row, J is the column for the first queen. For the second queen, K is the row, L is the column. ഇനി ഇവർ തമ്മിലെ ഡയഗണൽ ആണെങ്കിൽ ഈ സൈഡ് നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ ഏതാണ്? ആദ്യം പറഞ്ഞ ഏത് ടൈപ്പ് ആണ്? ഫസ്റ്റ് ടൈപ്പ്, ലെഫ്റ്റ് ടു റൈറ്റ്. ഇവർ ലെഫ്റ്റ് ടു റൈറ്റ്, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കേസ്. ലെഫ്റ്റ് ടു റൈറ്റ് ഡയഗണൽ ആണെങ്കിൽ ഇവരെങ്ങനെ അറിയാൻ പറ്റുന്നത്? ഈ 2 ക്വീൻസിന്റെ ലൊക്കേഷനെ ഞാൻ തന്നിട്ടുള്ളൂ. പടം വരച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം അറിയാൻ പറ്റും. ഇത് ഞാൻ പടമൊന്നും വരച്ചു തന്നിട്ടില്ല, അവരുടെ ലൊക്കേഷൻ പറഞ്ഞിട്ടേ ഉള്ളൂ. IJ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വീന്റെ ലൊക്കേഷൻ, KL എന്ന് പറയുന്നത് സെക്കൻഡ് ക്വീന്റെ ലൊക്കേഷൻ. അവര് ഞാൻ ഈ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഡയഗണൽ ആണെങ്കിൽ എന്തായിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുക? ഞാൻ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഡയഗണൽ ആണെങ്കിൽ, അതായത് ഒരു ക്വീൻ ഇവിടെ അതിന്റെ ഈ സ്റ്റൈലുള്ള രീതിയിലാണ് മറ്റതെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ കണ്ടീഷൻ? അവർ ഡയഗണൽ ആകാനുള്ള കണ്ടീഷൻ എന്താണ്? ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? 2 ക്വീന്റെ പൊസിഷൻസ് തന്നിട്ടുണ്ട്, IJ, KL. ഇവര് ഈ സ്റ്റൈലിലെ ഡയഗണൽ ആണെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞതിലെ ഫസ്റ്റ് ടൈപ്പ് ഡയഗണൽ ആണെങ്കിൽ, ദാറ്റ് ഇസ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞ എന്താണ്? ഈ രീതിയിലുള്ള ഡയഗണൽ ആണെങ്കിൽ, സപ്പോസ് ഇപ്പൊ പറഞ്ഞതനുസരിച്ച് ഇതെടുത്തോ, ഇതൊരു ക്വീൻ, ഇത് വേറൊരു ക്വീൻ. ഇവർ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഡയഗണൽ ആണ്. ഇതിന്റെ ലൊക്കേഷൻ എത്രയാ? IJ എന്ന് പറഞ്ഞ ഇവരുടെ ലൊക്കേഷൻ എത്രയാ? ഈ ഫസ്റ്റ് ക്വീന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 1, 6. സെക്കൻഡ് ക്വീന്റെ ലൊക്കേഷൻ എത്രയാ? സെക്കൻഡ് ക്വീന്റെ ലൊക്കേഷൻ 2, 7. ഓക്കെ, ഇവർ തമ്മിൽ ഡയഗണൽ ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നതാണ് ഞാൻ ചോദിച്ചത്. ഇതിനെ I ആയിട്ട് എടുക്കുക, ഇതിനെ J ആയിട്ട് എടുക്കുക, ഇതിനെ K ആയിട്ട് എടുക്കുക, 7നെ L ആയിട്ട് എടുക്കുക. സോ ഹൗ ക്യാൻ യു സേ ദാറ്റ്? ഇത് നോക്കിയാൽ നിങ്ങൾ വാല്യൂസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഏത് രീതിയിലുള്ള ഡയഗണൽ ആണ്? നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ പോലത്തെ ഡയഗണൽ ആണ്. അതെങ്ങനെ നിങ്ങൾ പറഞ്ഞു ഇത് തമ്മിൽ? വിത്തൗട്ട് ലുക്കിംഗ് ദ ഫിഗർ, if a position is given, how can you say that they are diagonal to each other? How can you say 6 minus 1 is equal to 7 minus 2? അങ്ങനെ നോക്കിയാൽ മതി. അതിന്റെ റോയും കോളവും തമ്മിലുള്ള മൈനസ് ചെയ്ത് നോക്കുക, രണ്ടിന്റെ സെയിം വാല്യൂ കിട്ടുകയാണെങ്കിൽ അത് ഈ രീതിയിലുള്ള ഡയഗണൽ ആണ്. അതാണ് കണ്ടീഷൻ നമ്പർ 1. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഡയഗണൽ, ടോപ്പ് ലെഫ്റ്റ് മുതൽ ബോട്ടം റൈറ്റ് വരെയുള്ള ഡയഗണൽ. ഇപ്പൊ ഞാൻ 2 ക്വീൻസിനെ പ്ലേസ് ചെയ്തു. ഈ 2 ക്വീൻസിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു. ഇയാളുടെ ലൊക്കേഷൻ 1, 6, ഫസ്റ്റ് റോ 6th കോളം. സെക്കൻഡ് ക്വീന്റെ ഞാൻ പറഞ്ഞു സെക്കൻഡ് റോ 7th കോളം. ഇവർ തമ്മിൽ ഡയഗണൽ ആണെന്ന് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കി. അതല്ലാതെ ഈ വാല്യൂസ് മാത്രം തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും അത് ഡയഗണൽ ആണെന്നുള്ളത്? അവരുടെ ഡിഫറൻസ് എടുക്കുക, ആ റോയുടെയും കോളത്തിന്റെയും ഡിഫറൻസ് എടുത്ത് സെയിം വാല്യൂ വരുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഈ രീതിയിലുള്ള ഡയഗണൽ ആണെന്ന് അർത്ഥം. അതല്ല, നിങ്ങൾ സപ്പോസ് ഞാൻ ഇതിനെ ഇവിടെ വേറൊരു ക്വീൻ വെച്ച് വരച്ചിട്ടുണ്ട്. ഇതിന്റെ ലൊക്കേഷൻ എത്രയാ? ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2, 5. ഓക്കെ, 2, 5. ഈ 2 ക്വീൻസും തമ്മിൽ ഡയഗണലാന്ന് കണ്ടാൽ അറിയാം. അതെങ്ങനെ നമ്മൾ ഡയഗണലാന്ന് പറയണത്? സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. വാട്ട് ഇസ് ദ സെക്കൻഡ് കണ്ടീഷൻ? 1 + 6 = 5 + 2. അപ്പൊ 2 സ്റ്റൈലിലാണ് ഡയഗണല്. ഇതിൽ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത് ഒരു സ്റ്റൈലിലെ ഡയഗണല്.
രണ്ടാമത്തെ എക്സാമ്പിൾ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റൈലിൽ ഡയഗണൽ. ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയെങ്കിൽ പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. So how to check the diagonal? That is the condition. That is the point I was going to explain. അപ്പോ രണ്ട് പൊസിഷൻസ് തന്നാല് നമുക്ക് പൊസിഷൻ തരുമ്പോൾ നമ്മൾ പടമായിട്ടല്ലല്ലോ മനസ്സിൽ ചിന്തിക്കുന്നത്. രണ്ട് പൊസിഷൻ നിങ്ങൾക്ക് ഇതുപോലെ തന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 4-2 എന്ന് പറഞ്ഞ ഒരു ക്വീന്റെ പൊസിഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ആ 4-2 അല്ല 3-1 എന്ന് പറയുന്നതോ 4-2 എന്ന് പറയുന്നതോ എന്തെങ്കിലും. So suppose I am giving a position called 3-1. 3-1 എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ തന്നിട്ടുണ്ട്. 4-2 എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയഗണൽ ആയിട്ടുള്ള പൊസിഷൻ ഏതൊക്കെയായിരിക്കും? അപ്പർ ലെഫ്റ്റ്, ലോവർ റൈറ്റിലെ ഡയഗണൽ പൊസിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് ഐ എം ഗിവിംഗ് ഹിയർ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് 3-1, 5-3, 6-7 ഇതെല്ലാം ഇയാളുടെ ഡയഗണൽ പൊസിഷൻസ് ആണ്. അത് എവിടെ മുതൽ എവിടം വരെ? ലെഫ്റ്റ് മുതൽ ഇവിടത്തെ ലെഫ്റ്റ് മുതൽ ഇവിടത്തെ റൈറ്റ് വരെ. സെക്കൻഡ് സ്റ്റൈലിലുള്ള ഡയഗണൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് റൈറ്റ് മുതൽ ബോട്ടം ലെഫ്റ്റ് വരെയുള്ള പൊസിഷൻസ് ഇതൊക്കെയാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി? സപ്പോസ് 2 ലൊക്കേഷൻസ് ആർ ഗിവൺ. 2 ക്വീൻസിന്റെ ലൊക്കേഷൻസ് തന്നിട്ടുണ്ട്. ഒരാളുടെ ലൊക്കേഷൻ IJ, രണ്ടാമത്തെ ലൊക്കേഷൻ KL. ഇവർ തമ്മിൽ ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് ടോപ്പ് ഈ സ്റ്റൈലിലെ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷൻ സ്റ്റൈലിലെ ഡയഗണൽ ആണെന്നുണ്ടെങ്കിൽ I - J will be equal to K - L. അതല്ല തിരിച്ചുള്ള എന്താ പറയാ തിരിച്ചുള്ള ഡയഗണൽ ആണെന്നുണ്ടെങ്കിൽ I + J is equal to K + L. ഇത് രണ്ടുമാണ് കോമൺ കണ്ടീഷൻ. ഇത് ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള ഡയഗണൽ, ഇത് റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഡയഗണൽ. ഓക്കെ, അപ്പൊ ഇതാണ് കോമൺ ഇക്വേഷൻ. ഇതിൽ നിന്ന് ഞാനൊരു കോമൺ ഇക്വേഷനിലേക്ക് വരാൻ പോവുകയാണ്. ക്ലിയർ? അപ്പൊ IJ KL എന്ന് പറഞ്ഞ രണ്ട് ക്വീൻസിന്റെ ലൊക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം അവര് ടോപ്പ് ലെഫ്റ്റ് ബോട്ടം റൈറ്റ് ഉള്ള ഡയഗണൽ ആണെങ്കിൽ I - J will be equal to K - L. ഇവരുടെ ഡിഫറൻസും സെയിം എന്നുള്ള അർത്ഥം. രണ്ടാമത്തെ ടൈപ്പ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് റൈറ്റ് മുതൽ ബോട്ടം ലെഫ്റ്റ് വരെ. നമ്മൾ ഈ പറഞ്ഞതിൽ സെക്കൻഡ് കണ്ടീഷൻ, ഈ പറഞ്ഞ കണ്ടീഷൻ. അതിന്റെ പ്രത്യേകത എന്താണ്? ഇഫ് യു ആർ ആഡിങ് I + J that will be same as K + L. അപ്പൊ ഇതിനെ ഞാൻ രണ്ട് ഇക്വേഷൻസ് ആയിട്ട് കൊടുത്തു. I + J is equal to K + L ന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുത്തു. I - J is equal to K - L ന് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുത്തു. ഈ രണ്ട് കണ്ടീഷൻസുമാണ് ഡയഗണൽ ആണെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ. അതായത് ഇത് ഒരു ടൈപ്പ് ഡയഗണലിനെ കാണിക്കുന്നു, ഇത് രണ്ടാമത്തെ ടൈപ്പ് ഡയഗണലിനെ കാണിക്കുന്നു. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് മോഡിഫൈ ചെയ്തു. L-നെ ഇപ്പുറത്തേക്കും കൊണ്ടുവന്നു, I-നെ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോയി. ദാറ്റ് ഇസ് J - L is equal to K - I. രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ അതേ രീതിയിൽ അറേഞ്ച് ചെയ്തു. L-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, I-നെ അപ്പുറത്തേക്കും കൊണ്ടുപോയി. അപ്പോൾ L - J is equal to K - I. അപ്പൊ ഇതിന്റെ റൈറ്റ് സൈഡ് രണ്ടും സെയിം ആണ്. ലെഫ്റ്റ് സൈഡിലെ ഒരു മൈനസിന്റെ വ്യത്യാസമേ ഉള്ളൂ. So if I am taking the modulus value, I can write J - L is equal to K - I. അതായത് ഇവിടെ ഞാൻ സൈനിനെ ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. If I am taking the absolute value, that is modulus value എടുക്കുകയാണെങ്കിൽ J - L is equal to K - I. So this is a common equation which will check whether two queens which are positioned at the IJ and KL positions are in diagonal. രണ്ട് ക്വീൻസ് തന്നിട്ടുണ്ട്. അതായിരുന്നല്ലോ എന്റെ ക്വസ്റ്റ്യൻ. രണ്ട് ക്വീൻസ് തന്നിട്ടുണ്ട്. അതിലൊന്ന് IJ എന്ന് പറഞ്ഞ പൊസിഷനിൽ ഇരിക്കുന്നു, രണ്ടാമത്തെ ക്വീൻ KL എന്ന് പറഞ്ഞ പൊസിഷനിൽ ഇരിക്കുന്നു. അവർ തമ്മിൽ ഡയഗണൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു കോമൺ ഇക്വേഷൻ ആണ് ഇത്. അതായത് രണ്ട് രീതിയിലും ഡയഗണൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും ഡയഗണൽ ആണോ ചെക്ക് ചെയ്യാനുള്ള കോമൺ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് ഇറ്റ്? J - L അതിന്റെ മോഡുലസ് വാല്യൂ നോക്കുക ഇസ് ഈക്വൽ ടു K - I അതിന്റെ മോഡുലസ് വാല്യൂ എടുക്കുക. അപ്പോ ഇത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ, ഇതിന്റെ രണ്ടിന്റെ വാല്യൂ സെയിം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ദാറ്റ് മീൻസ് ദാറ്റ് ദോസ് ടു ക്വീൻസ് ആർ ഇൻ ഡയഗണൽ പൊസിഷൻ. ഏതോ രീതിയിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിലും റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിലും ഏതോ രീതിയിൽ അവർ തമ്മിൽ ഡയഗണൽ ആണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ മനസ്സിൽ വെക്കണം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ അൽഗോരിതത്തിലേക്ക് കയറാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. അപ്പൊ ഈ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞ സാധനം എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ. രണ്ട് ക്വീൻസിന്റെ പൊസിഷൻ തന്നിട്ടുണ്ട്, അവർ തമ്മിൽ ഡയഗണൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരൊറ്റ ഇക്വേഷൻ. അത് രണ്ട് രീതിയിൽ ഡയഗണലും ചെക്ക് ചെയ്യും. ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റിനും കൂടെ ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അതിന്റെ അർത്ഥം ഇപ്പൊ നമ്മൾ വച്ചേക്കുന്ന ക്വീന് ഡയഗണൽ ആയിട്ട് വേറെ ആരോ ഇരിപ്പുണ്ടെന്ന് അർത്ഥം. ക്ലിയർ? ഓക്കെ.
സോ വി ആർ മൂവിങ് ടു ദ n queens പ്രോബ്ലം. അപ്പൊ ഇനി നമ്മൾ പ്രോബ്ലത്തിന്റെ അൽഗോരിതം ഇതുവരെ പറഞ്ഞില്ല. അപ്പൊ ഈ പറയുന്ന അൽഗോരിതം ജനറൽ കേസ് ആണ്. n ക്വീൻ പ്രോബ്ലത്തിനുള്ള കേസ് അൽഗോരിതം ആണ്. ഇവിടെ n-ന് പകരം നിങ്ങൾ എത്ര വാല്യൂ കൊടുക്കുന്നു ആ ക്വീൻ പ്രോബ്ലത്തിലേക്ക് ഇതിനെ മാറ്റാം. സോ whenever n is equal to 4, this problem is called 4 queens problem. n is equal to 8 ആകുമ്പോ this is the algorithm for 8 queens problem. So this is a general algorithm for n queens problem. അപ്പൊ ആദ്യം നിങ്ങൾ ബുക്ക് എടുത്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന അൽഗോരിതം എഴുതണ്ട. ഫസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞേ? കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ദിസ് ഇസ് ദ ഇനിഷ്യൽ അൽഗോരിതം. നമ്മുടെ അൽഗോരിതത്തിന്റെ ഫസ്റ്റ് കോൾ ഈ അൽഗോരിതത്തെയാണ് വിളിക്കുന്നത്. n ക്വീൻസ് എന്നാണ് അൽഗോരിതത്തിന്റെ പേര്. ബ്രാക്കറ്റിൽ 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ പാരാമീറ്റേഴ്സ്? ഫസ്റ്റ് പാരാമീറ്റർ ഇസ് കെ, സെക്കൻഡ് പാരാമീറ്റർ ഇസ് n. അപ്പൊ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയുന്നത് 8 ക്വീൻസ് പ്രോബ്ലം ആണ്. സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് n? നമ്മൾ പറയുന്നത് 8 ക്വീൻസ് പ്രോബ്ലം ആണ്. സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് n? n-ന്റെ വാല്യൂ എത്രയാണ്? ചാറ്റ് ബോക്സിൽ ഇട്ടെ. വെരി ഗുഡ്, 8. അപ്പൊ മനസ്സിൽ ഓർക്കുക, n-ന്റെ നമ്മളുടെ ഈ എക്സാമ്പിളില് n-ന്റെ വാല്യൂ 8 ആണ്. 8 ക്വീൻസ് പ്രോബ്ലം. അപ്പൊ n-ന്റെ വാല്യൂ 8 ആണ്. ഓക്കെ, യു ക്യാൻ സി 8. ഇനി നിങ്ങളൊരു 8x8 ചെസ് ബോർഡ് ഒന്ന് വരച്ചേ. വേഗം ഒരു 8x8 ചെസ് ബോർഡ് വരച്ചേ ഇതുപോലെ. റോഡ് ആവശ്യമില്ല, കോളം നമ്പർ മതി. കാരണം നമുക്ക് കോളം നമ്പർ ആണല്ലോ ഇവിടെ വേണ്ടത്. സോ യു ജസ്റ്റ് ഡ്രോ എ 4x4 ചെസ് ബോർഡ്. ഇപ്പൊ ഇത് കാലിയാണ്, ആരും ഞാൻ വച്ചിട്ടില്ല. സോ നൗ ഇറ്റ് ഈസ് എംപ്റ്റി. No queen has been placed on this chess board. So you just type the numbers. നിങ്ങൾക്ക് റോയ്ക്ക് വേണമെങ്കിൽ റോയ്ക്ക് നമ്പർ കൊടുക്കാം. കോളത്തിന് 1 to 8 നമ്പേഴ്സ് കൊടുക്കുക. ഓക്കെ, ഇനി അപ്പൊ n-ന്റെ വാല്യൂ 8 ആണ്. ആദ്യത്തെ ക്വീനെ പ്ലേസ് ചെയ്യാൻ പോവുക. സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് കെ? കെയുടെ വാല്യൂ എത്രയാണ്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ? 1. ആദ്യത്തെ ക്വീനെ പ്ലേസ് ചെയ്യാൻ പോകണം. സോ whenever you are calling the algorithm for the first time, is this for the 8 queens problem? Your first parameter k will have the value 1 and n will have the value 8. 8 queens ഉണ്ട്. അതിൽ ആദ്യത്തെ ആളെ നമ്മൾ പ്ലേസ് ചെയ്യാൻ നോക്കുവാണ്. So you can see what is the meaning, what is the എന്താ പറയാ comment given this algorithm. We are using the backtracking algorithm to place n queens on an n by n chessboard. അപ്പൊ ഇവിടെ നമ്മുടെ പ്രോബ്ലത്തില് n-ന്റെ വാല്യൂ 8 ആകുമ്പോ 8 queens problem എന്ന് പറയും. This is the general algorithm. I already explained that this is a general algorithm for n queens problem. അപ്പൊ നമ്മളുടെ ഈ എക്സാമ്പിളില് കെയുടെ വാല്യൂ 1. അതായത് ഫസ്റ്റ് ക്വീനെ ഫസ്റ്റ് റോയില് എത്രാമത്തെ കോളത്തിൽ പ്ലേസ് ചെയ്യാൻ പോകണം എന്നുള്ളത് തപ്പാൻ പോവുകയാണ്. n എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ 8 ക്വീൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതും n-ൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മളുടെ കയ്യിലുള്ള ചെസ് ബോർഡിന്റെ കപ്പാസിറ്റിയും കിട്ടും. n by n ചെസ് ബോർഡ്. അത്രയും കാര്യങ്ങളാണ് ഇവിടെ കമന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി for I is equal to 1 to n. What is the meaning of this loop? ഈ ലൂപ്പ് എന്തിനുള്ളതാണ്? ഈ ലൂപ്പ് നമ്മൾ ഓരോ കോളത്തിലും വച്ച് നോക്കാൻ പോകുക. ഫസ്റ്റ് ക്വീനെ ആദ്യം I is equal to 1 എന്ന് പറയുമ്പോ, so this is here I indicates that we are trying all the columns. All columns. Okay, we are trying all the columns. That is the meaning of I is equal to 1 to n. നമ്മളുടെ കയ്യിൽ എത്ര കോളംസ് ഉണ്ട്? 8 കോളംസ് ഉണ്ട്. അപ്പൊ 1 by 1 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഫസ്റ്റ് കോളത്തിൽ എടുത്ത് വെച്ച് നോക്കാം. പ്രശ്നമൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ഫസ്റ്റ് കോളത്തിൽ കണ്ടിന്യൂ ചെയ്യും. അടുത്ത ക്വീനെ പ്ലേസ് ചെയ്യാനുള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കും. അതല്ല നമ്മളുടെ ഫസ്റ്റ് കോളത്തിൽ വെക്കാൻ ബുദ്ധിമുട്ടുണ്ട്, മുമ്പുണ്ടായിരുന്ന ക്വീൻസുമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മള് വീണ്ടും വേറെ സ്ഥലം അന്വേഷിച്ചു പോകും. സോ ദാറ്റ് ഇസ് ദ ഐഡിയ. So for I is equal to 1 to n. അതായത് ഫസ്റ്റ് ഐയുടെ വാല്യൂ ഏതാണ്? What will be the initial value for I? I is equal to 1. ആദ്യം ഐയുടെ വാല്യൂ 1 ആയിരിക്കും. Okay, so ഐയുടെ വാല്യൂ 1. What is the meaning? We are trying whether we can place the queen on the first column. ഇവിടെ നമുക്ക് ക്വീനെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പൊ അത് നോക്കണം എന്നുണ്ടെങ്കിൽ വേറൊരാൾ ആൻസർ പറയണം.
പ്ലേസ് കെ കൊമ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ വിളിക്കും. ആ കെ കൊമ ഐ എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ വാല്യൂ, ദിസ് ഇസ് ദ ബൗണ്ടിങ് ഫംഗ്ഷൻ. ഇത് വിളിക്കുമ്പോൾ നമ്മുടെ കൺട്രോൾ വേറൊരു അൽഗോരിതത്തിലേക്ക് പോകും. ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഈ അൽഗോരിതത്തിലേക്ക് പോകും. ഈ അൽഗോരിതം ഒരു ബൂളിയൻ വാല്യൂ ആണ് ഔട്ട്പുട്ട് ആയിട്ട് തരുന്നത്. ഇതിന്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് വി ക്യാൻ പ്ലേസ്, ഈ പറഞ്ഞ സ്ഥലത്ത് വയ്ക്കാം എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അതല്ല ഈ അൽഗോരിതം പറയുന്ന ഔട്ട്പുട്ട് ഫോൾസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ ക്വീനെ ആ പറഞ്ഞ കോളത്തിൽ വയ്ക്കാൻ പറ്റൂല എന്നർത്ഥം. ക്ലിയർ? സോ we are starting the algorithm. അതിന്റെ first step for I is equal to 1 to n. For I is equal to 1 to n means that we are trying all the 7 columns. ഇതിലെ ഓരോ കോളത്തിലും നമ്മൾ വച്ച് നോക്കും. അപ്പൊ ആദ്യത്തെ കോളം എന്ന് പറഞ്ഞാൽ 1 ആണ്. ആദ്യം അവിടെ വെച്ച് നോക്കാൻ പോവുകയാണ്. So initial കേസിൽ I is equal to 1. That means that we are trying to place the queen on the first column. ഓക്കെ, അതിന് സമ്മതം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു അൽഗോരിതം നമ്മൾ ഒരു ഫംഗ്ഷൻ നമ്മൾ വിളിക്കണം, പ്ലേസ് കെ കൊമ ഐ. ഇതിന്റെ മീനിങ് കേത്ത് ക്വീനെ ഈ പറഞ്ഞ ഐത്ത് കോളത്തില് വയ്ക്കാമോ എന്നുള്ളതാണ് ഈ ഒരു അൽഗോരിതത്തിന്റെ മീനിങ്. അപ്പോ ഈ ഒരു അൽഗോരിതം വിളിക്കുമ്പോൾ കൺട്രോൾ നേരെ പ്ലേസ് കെ കൊമ ഐ എന്ന് പറഞ്ഞ് ആ ഒരു ഫംഗ്ഷനിലേക്ക് പോകും. സോ ഐ സെഡ് ദാറ്റ് ദിസ് ഇസ് എ ബൂളിയൻ ഫംഗ്ഷൻ. ഈ ബൂളിയൻ ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ വയ്ക്കാം, ഫോൾസ് ആണെങ്കിൽ വയ്ക്കാൻ പാടില്ല. ഓക്കെ, അപ്പോ ആ ഒരു ഫംഗ്ഷനിലേക്ക് പോയി ആ ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് ട്രൂ, ആ ഫംഗ്ഷൻ എന്താന്നുള്ളത് പറഞ്ഞു തരാം. സപ്പോസ് ഇഫ് ദ ഫംഗ്ഷൻ സേസ് ദാറ്റ് ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? കേത്ത് ക്വീനെ ഐത്ത് കോളത്തിൽ വെക്കാം. കെയുടെ വാല്യൂ എത്രയാണ് ഫസ്റ്റ് കേസിൽ? 1. ഐയുടെ വാല്യൂ എത്രയാണ് ഫസ്റ്റ് കേസിൽ? 1. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഫസ്റ്റ് ക്വീനെ ഫസ്റ്റ് കോളത്തിൽ വെക്കാം. അപ്പൊ ഫസ്റ്റ് ക്വീൻ എവിടെയാണ്, ഏത് റോയിലാണ് വെക്കണേ എന്നുള്ളത് നമുക്കറിയാം. ഫസ്റ്റ് റോയിലാണ് വെക്കുന്നത്. അപ്പോ നമ്മളിപ്പോ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കോളത്തിൽ നമുക്ക് വെക്കാം എന്നർത്ഥം. അപ്പൊ അതെങ്ങനെയാ കാണിക്കുന്നത്? നമ്മളുടെ ഔട്ട്പുട്ട് എത്ര ട്യൂപ്പിൾ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? 8 ക്വീൻസ് പ്രോബ്ലം ആണെങ്കിൽ 8 ട്യൂപ്പിൾ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇങ്ങനെ 8 ട്യൂപ്പിൾ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതില് എക്സ് കെ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ കെയുടെ വാല്യൂ എത്രയാണ്? 1. x1, അതായത് പ്ലേസ് കെ കോമ ഐ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ട്രൂ ആണ് തരുന്നതെങ്കിൽ നമുക്ക് ആ കോളത്തിന്റെ നമ്പർ x1 കൊടുക്കാം. സോ ദാറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ദിസ് ലൈൻ. xk is equal to I means xk എന്ന് പറഞ്ഞാൽ കെയുടെ വാല്യൂ 1, ഐയുടെ വാല്യൂ 1. If this condition is true, then only we can write x of k is equal to I. അപ്പൊ x1 നമുക്ക് 1 കൊടുക്കാം. എന്നിട്ട് പിന്നെ എന്ത് ചെക്ക് ചെയ്യണം? എല്ലാ ക്വീൻസിനെയും പ്ലേസ് ചെയ്തോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് ദിസ് ലൈൻ. ഇഫ് k is equal to n, അപ്പൊ ഇപ്പോഴത്തെ കേസിൽ k എത്രയാ? 1. നമ്മൾ ആദ്യത്തെ ക്വീനെ മാത്രമേ വെച്ചിട്ടുള്ളൂ. നമ്മളുടെ കയ്യിൽ എത്ര ക്വീൻസ് ഉണ്ട്? 8 ക്വീൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ തീരാനായിട്ടില്ല. സപ്പോസ് ഈ കണ്ടീഷൻ ട്രൂ ആണ്, നമ്മൾ 8 ക്വീൻസിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എക്സ് എന്ന് പറഞ്ഞ ഈ അറേ, ഇതാണ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഔട്ട്പുട്ട് അറേ സൊല്യൂഷൻ. അത് ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി. അതല്ല ഈ കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരേ ഒരു ക്വീനെ പ്ലേസ് ചെയ്തുള്ളൂ, ഇനി 7 ക്വീനെ പ്ലേസ് ചെയ്യാൻ കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ യു അഗെയിൻ കോൾ ദ സെയിം അൽഗോരിതം റിക്കസീവ്ലി. എന്നിട്ട് നമ്മൾ പാസ് ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? k+1 ഉം n ഉം. k+1 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ലൊക്കേഷനിൽ കെയുടെ വാല്യൂ, അതായത് ഈ സെയിം അൽഗോരിതം ഇനിയും വിളിക്കുമ്പോൾ k will be 2, n will be 8. എന്നിന് ഒരു മാറ്റവും വരുന്നില്ല, കാരണം 8 ക്വീൻസിനെ എനിക്ക് പ്ലേസ് ചെയ്യാനുണ്ട്. അതിൽ രണ്ടാമത്തെ ആളുടെ സ്ഥലത്തിന് വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും കൺട്രോൾ എങ്ങോട്ട് വരും? ഈ അൽഗോരിതത്തിലേക്ക് വരും. ഈ അൽഗോരിതത്തിൽ വന്നിട്ട് വീണ്ടും I is equal to 1 to n എടുക്കും. അപ്പൊ ഐയുടെ വാല്യൂ 1 എടുക്കും. 1 എടുക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളത്തിൽ രണ്ടാമത്തെ ക്വീനെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് പ്ലേസ് കെ കൊമ ഐ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കും. അപ്പൊ ഫംഗ്ഷൻ കൺട്രോൾ ഇങ്ങോട്ടേക്ക് വരും. ഇതിന്റെ കണ്ടീഷൻ ഇവിടെയാണ്, ഡയഗണൽ ആണ് നമ്മുടെ ബൗണ്ടിങ് ഫംഗ്ഷൻ ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു പാർട്ടിനകത്താണ്. ഇതിനകത്താണ് നമ്മളിപ്പോ വയ്ക്കാൻ പോകുന്ന കോളത്തിൽ നേരത്തെ ആരെങ്കിലും വച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ആരെങ്കിലും നമ്മളിപ്പോ വെച്ചിരിക്കുന്നതിന് ഡയഗണൽ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ആ എല്ലാ കണ്ടീഷൻസും ചെക്ക് ചെയ്യുന്നത് ഇയാളാണ്. ആ കണ്ടീഷൻസ് എല്ലാം ചെക്ക് ചെയ്തിട്ടേ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള റിസൾട്ട് തരുള്ളൂ. അപ്പൊ ഇത് ട്രൂ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഈ പറഞ്ഞ കോളത്തില് ആ ക്വീനെ കൊണ്ട് വയ്ക്കാം എന്നുള്ള അർത്ഥം. പ്ലേസ് കെ കോമ ഐ ഫോൾസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? വയ്ക്കാൻ പറ്റൂല എന്നുള്ള അർത്ഥം. അപ്പൊ വയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഐയുടെ വാല്യൂ 2 കൊടുക്കും. അതായത് സെക്കൻഡ് കോളത്തിൽ വെക്കാൻ പറ്റുമോ എന്ന് നോക്കും. സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളത്തിൽ വെക്കാൻ പറ്റുമോ എന്ന് നോക്കും. അവിടെ വെക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ വീണ്ടും പ്ലേസ് കെ കൊമ ഐ നോക്കും. അതായത് സെക്കൻഡ് ടൈം വിളിക്കുമ്പോൾ സെക്കൻഡ് ക്വീനെ സെക്കൻഡ് കോളത്തിൽ വെക്കാൻ പറ്റുമോ എന്ന് നോക്കും. അപ്പൊ പ്ലേസ് കെ കൊമ ഐ നമുക്ക് ആൻസർ തരണം, ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത്. അപ്പൊ അതിനകത്ത് എല്ലാ കണ്ടീഷൻസും ചെക്ക് ചെയ്യും.
ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ലൊക്കേഷനും അതിന് മുമ്പുള്ള ക്വീൻസുമായിട്ട് അറ്റാക്കിംഗ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെക്ക് ചെയ്യും. ഇതിനകത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇയാൾ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞ റിസൾട്ട് തരുന്നത്. ആ റിസൾട്ടിന്റെ ബേസിലാണ് നമ്മൾ ഏത് ലൊക്കേഷൻ, അതായത് ഇനി നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യണോ അതോ ഇപ്പൊ ഉള്ള ലൊക്കേഷൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കോളത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ എൻക്വീൻസ് അൽഗോരിതത്തിന്റെ മെയിൻ അൽഗോരിതം. എൻക്വീൻസ് 1,8 ആണ് ഈ അൽഗോരിതത്തിന്റെ ഫസ്റ്റ് കോളം. ആ ഫസ്റ്റ് കോളിനകത്ത് നമ്മൾ ഓരോ കോളം വച്ച് നോക്കും. ആദ്യം ഐയുടെ വാല്യൂ 1, അതായത് ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് ക്വീനെ വെക്കാൻ പറ്റുമോ നോക്കും. വെക്കാൻ പറ്റുമോ എന്നുള്ളതിന്റെ റിസൾട്ട് തരുന്നത് പ്ലേസ് k, i എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ കൺട്രോൾ ആ ഫംഗ്ഷൻ അകത്തേക്ക് പോകും. അവിടെയാണ് നമ്മളുടെ ബൗണ്ടിങ് ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇഫ് ദേ ആർ അറ്റാക്കിംഗ്, ഇപ്പൊ നമ്മൾ അറേഞ്ച് ചെയ്ത പൊസിഷനിൽ ക്വീനെ വയ്ക്കുവാണെങ്കിൽ ഇയാള് വേറെ മുമ്പുണ്ടായിരുന്ന ക്വീൻസുമായിട്ട് അറ്റാക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഇതിനകത്താണ്. ഇതിന്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്നർത്ഥം. ഇതിന്റെ അകത്ത് ഫോൾസ് ആണെങ്കിൽ പ്രശ്നമുണ്ട് എന്നുള്ള അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത പൊസിഷൻ, അടുത്ത കോളം ട്രൈ ചെയ്യും. അങ്ങനെ എപ്പോഴാണോ ഈ പ്ലേസ് k, i ട്രൂ തരുന്നത് അവിടെ നമ്മൾ നിർത്തും. ആ പൊസിഷൻ, ആ വാല്യൂ ആയിരിക്കും നമ്മൾ ആ ട്യൂപ്പിളിൽ കറസ്പോണ്ടിങ് പൊസിഷനിൽ എഴുതുന്നത്. എന്നിട്ട് ചെക്ക് ചെയ്യും നമ്മൾ എല്ലാ ക്വീൻസിനെയും പ്ലേസ് ചെയ്തോ എന്നുള്ളത്. പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ് ആ ഒരു അറേ പ്രിന്റ് ചെയ്താൽ അതിൽ നമ്മളെ സൊല്യൂഷൻ ഉണ്ട്. അതല്ല ണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്വീനെ പ്ലേസ് ചെയ്യാനുള്ള പൊസിഷൻ തപ്പും. അതിന് കെയുടെ വാല്യൂ k+1 ആക്കണം. എന്നിന്റെ വാല്യൂ സെയിം തന്നെയായിരിക്കും. സോ ദ സെയിം അൽഗോരിതം വിൽ ബി കോൾഡ്. ഇനി പ്ലേസ് k, i എന്ന് പറഞ്ഞ അൽഗോരിതത്തിനകത്ത് എന്തൊക്കെയാ ചെക്ക് ചെയ്യുന്നത്? ഫോർ j is equal to 1 to k-1, അതായത് ഇപ്പൊ നമ്മൾ വെച്ച് സപ്പോസ് നമ്മള് ഇവിടെയൊക്കെ വച്ചിട്ടുണ്ട്. ഇവിടെ 1, ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ വെക്ടർ എന്ന് കൺസിഡർ ചെയ്യുക. ഇവിടത്തെ വാല്യൂ 1 ആണ്, ഇവിടത്തെ വാല്യൂ 3 ആണ്. സപ്പോസ് നമ്മൾ ഇപ്പൊ വച്ച സ്ഥലം 3 ആണ്. ഇവിടെ ക്വീനെ വയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് ചെക്ക് ചെയ്യണം? നമുക്ക് കണ്ടാൽ അറിയാം ഇവിടെ വയ്ക്കാൻ പറ്റില്ല, കാരണം ഈ കോളത്തിൽ ഓൾറെഡി തൊട്ട് മുമ്പിലുള്ള ഒരാൾ വെച്ചിട്ടുണ്ട്. സോ ഫോർ i is equal to 1 to k-1, 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൊക്കേഷൻ, ഇതാണ് നമ്മളുടെ kth ലൊക്കേഷൻ. k-1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ലൊക്കേഷൻ. ഫോർ j is equal to 1 to k-1, അതായത് ഇതിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും x എന്ന് പറഞ്ഞ സൊല്യൂഷൻ വെക്ടറിൽ തപ്പുക. അതിൽ ആർക്കെങ്കിലും ഈ പറഞ്ഞ വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇഫ് x of j is equal to i, x of j എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള സൊല്യൂഷൻ വെക്ടറിലെ x1ഉം x2ഉം x3ഉം ഒക്കെ നോക്കുക. അവിടെ എവിടെയെങ്കിലും ഈ സെയിം വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഫോൾസ് തരും. ഓർ രണ്ടാമത്തെ കണ്ടീഷൻ ഉണ്ട്, നമ്മൾ ഡയഗണൽ ആണ് ചെക്ക് ചെയ്യുന്നത്. ഞാൻ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞൊരു പോയിന്റ് പറഞ്ഞല്ലോ. അബ്സല്യൂട്ട് ഓഫ് x of j minus i is equal to absolute of j minus k. This is a single equation which will check if the two queens which are given in the positions are diagonal. അപ്പോ ഈ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ വെച്ച കോളത്തില് നേരത്തെ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഈ സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഇപ്പൊ വെച്ച പൊസിഷന് ഡയഗണൽ ആയിട്ട് നേരത്തെ ഏതെങ്കിലും ക്വീൻ ഇരിപ്പുണ്ടോ എന്നുള്ളത്. അതായത് രണ്ട് ഡയമെൻഷനിൽ നമ്മൾ നോക്കും, രണ്ട് ഡയറക്ഷനിൽ നമ്മൾ നോക്കും. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഈ പ്ലേസ് k, i എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഫോൾസ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് തരും. അതല്ലെങ്കിൽ ഈ k, i എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ട്രൂ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് തരും. So this is the working of the place algorithm. So is this idea clear to you? Is this idea of the 8 queens problem? This is very important algorithm. Is this idea clear to you? Clear anengil, please raise your hand. Yes, time ആയി. Clear ആണോ അല്ലയോ? Is this idea clear to you? അപ്പൊ നിങ്ങൾക്ക് ഇനി ഞാനൊരു ടാസ്ക് തരുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന അൽഗോരിതം 8 ക്വീൻസ് പ്രോബ്ലത്തില് ഒരു 1-2 കാര്യങ്ങൾ ഒന്ന് ട്രേസ് ചെയ്യുക. ട്രേസ് ചെയ്ത് നിങ്ങൾ നോക്കുക. സംശയമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക. ഓക്കെ, അപ്പോ കാര്യം ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് അൽഗോരിതം വിളിക്കുന്നു, പ്ലേസ് k, i വിളിക്കുന്നു, കൺട്രോൾ നേരെ k, iയിലേക്ക് മീൻ പ്ലേസ് k, iയിലേക്ക് പോകുന്നു. ഇവിടെയാണ് സെയിം റോയിലും സെയിം കോളത്തിലും ഡയഗണലിലും വേറെ ആളുകൾ ഉണ്ടോ നോക്കുന്നു. ആ ആളുകൾ ഓൾറെഡി ഉണ്ടെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് തരുന്നു. ആളുകൾ ഇല്ലെങ്കിൽ ട്രൂ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് തരുന്നു. അതനുസരിച്ച് കൺട്രോൾ ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പൊ പ്ലേസ് എന്ന് പറഞ്ഞ വാല്യൂവിന് കിട്ടിയ ഔട്ട്പുട്ട് അനുസരിച്ചിട്ടാണ് മുമ്പോട്ട് പോണോ വേണ്ടയോ എന്നുള്ളത് അറിയുന്നത്. പ്ലേസ് എന്ന് പറഞ്ഞ വാല്യൂ ട്രൂ ആണെങ്കിൽ ഈ അകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പ്ലേസിന്റെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ ഐക്ക് അടുത്ത ഇൻക്രിമെന്റ് എടുക്കുന്നു, അതായത് സെക്കൻഡ് കോളം ട്രൈ ചെയ്യുന്നു.
വീണ്ടും പ്ലേസ് വിളിക്കുന്നു, സെക്കൻഡ് കോളത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നു. പറ്റൂല എന്നുണ്ടെങ്കിൽ വീണ്ടും ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. അങ്ങനെ 8 കോളം വരെ നമ്മൾ ട്രൈ ചെയ്യുന്നു. Okay, so this is the algorithm for the 8 queens problem. So you can type your attendance in chat box. നിങ്ങളുടെ ആൻസറിന്റെ ബേസിലാണ് ഞാൻ അറ്റൻഡൻസ് തരിക. So it is already saved.